പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുത്തു. കേസ് ഡയറി ACP സാജു കെ എബ്രഹാമാണ് ഏറ്റെടുത്തത്. രാഹുൽ 2 ദിവസം മുമ്പ് കോഴിക്കോട് നിന്ന് കടന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ദീപക് ധർമ്മടം കോഴിക്കോടും ചേർന്നു. DD, എന്തൊക്കെയാണ് അന്വേഷണ സംഘത്തിന് വിശദാംശങ്ങൾ? ഒപ്പം പ്രാഥമിക ഘട്ടത്തിൽ അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായ കാര്യത്തിൽ എന്തെങ്കിലും അന്വേഷണത്തിന് സാധ്യതയുണ്ടോ? വിവരങ്ങൾ. പ്രാഥമിക ഘട്ടത്തിൽ പോലീസ് കൃത്യമായ വീഴ്ച വരുത്തി. ആ വീഴ്ചയിലുള്ള അന്വേഷണം നടക്കുന്നു. അന്വേഷണ റിപ്പോർട്ട് ഇന്ന് തന്നെ പോലീസ് ആസ്ഥാനത്ത് എത്തണം എന്നുള്ളതാണ് കർശനമായ നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഈ ഇരയുടെ ബന്ധുക്കൾ പരാതി നൽകുന്നു. ഇന്നലെ ആ പരാതിയെ തുടർന്നാണ് ADGP ലോ ആൻഡ് ഓർഡർ MR അജിത് കുമാറിനെ കേസിന്റെ മേൽനോട്ടം ഏറ്റെടുത്തുകൊണ്ട് ഒരു നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകുന്നത്. തുടർന്നാണ് സിറ്റി പോലീസ് കമ്മീഷണറോട് ഈ കാര്യത്തിൽ വിശദമായ പരിശോധന നടത്തി പോലീസ് വീഴ്ചയിൽ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടത്. റിപ്പോർട്ട് ഇന്ന് തന്നെ മിക്കവാറും ഇന്ന് 5 മണിക്കകം തന്നെ റിപ്പോർട്ട് പോലീസ് ആസ്ഥാനത്തിന് കൈമാറും എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. എന്നാൽ ഇപ്പോൾ ഈ കേസിലെ നേരത്തെ അന്വേഷണം വഹിച്ചിരുന്ന പന്തീരങ്കാവ് SHO IP ആയ AS സരിനെ ചുമതലയിൽ നിന്ന് മാറ്റിയതിനു ശേഷമുള്ള പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്തു. കേസ് ഡയറിയും മറ്റ് അനുബന്ധ രേഖകളെല്ലാം ഈ അന്വേഷണ സംഘം ഏറ്റെടുത്തു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏറ്റെടുത്തതിന് ശേഷം മറ്റ് കേസിൻ്റെ തുടരന്വേഷണ കാര്യങ്ങളിലേക്ക് അവർ കടന്നു എന്നുള്ളതാണ്. ഈ സാജു കെ എബ്രഹാം ACP ഫറൂഖാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള 7 അംഗ സംഘമാണ് പ്രത്യേക അന്വേഷണ സംഘം. അതിൽ പന്ന്യങ്കര IP പന്ന്യങ്കര SHO രഞ്ജിത്ത് രാമചന്ദ്രനും ആ അന്വേഷണ സംഘത്തിലുണ്ട്. പക്ഷേ എന്നാൽ പന്തീരങ്കാവിൽ ഈ കേസ് നേരത്തെ കൈകാര്യം ചെയ്ത IP യെയും SI യെയും പൂർണ്ണമായും ഈ കേസിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പോലീസിന് പ്രൈമാ ഫേസി പന്തീരങ്കാവ് പോലീസ് ഈ കാര്യത്തിൽ പ്രതിക്കൊപ്പം നിന്നു. പ്രതിക്ക് രാജ്യം വിട്ടുപോകാനുള്ള സാഹചര്യം ഒരുക്കുന്നതിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് പോലീസ് ആസ്ഥാനത്തു നിന്നും പരിശോധിക്കുന്നത്. ഏതായാലും സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനുശേഷം കർശനമായ നടപടിയിലേക്ക് ആഭ്യന്തര വകുപ്പ് കടന്നേക്കുമെന്നുള്ള സൂചനകളാണ് സുഹൈൽ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ശരി, ദീപക് ധർമ്മടമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തു തന്നെയായാലും തുടക്കത്തിലെ വീഴ്ചയോടെ പോലീസ് ഉണർന്നിട്ടുണ്ട്.